ഹലോ ഗൈസ്, നിങ്ങൾ വഴുതനങ്ങ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 2 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. വഴുതനങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വഴുതനങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ചെടുക്കാം. വഴുതനങ്ങ വേവാൻ 5 മിനിറ്റ് പോലും വേണ്ടല്ലോ, ഉടയാതെ വേവിച്ചെടുക്കാം. ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ജീരകം, 2-3 വെളുത്തുള്ളി എല്ലാം ഇത് അരച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരക്കുന്ന സമയത്തിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കണം. തൈര് നമുക്ക് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് കൊടുത്ത് നൈസായി അരച്ചെടുക്കണം. വേവിച്ച് വെച്ച വഴുതനങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, ഒരുപാട് തിളപ്പിക്കണ്ട. പുളിശ്ശേരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. പുളിശ്ശേരിക്ക് വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നല്ല അടിപൊളി വഴുതനങ്ങ പുളിശ്ശേരി റെഡി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം.